നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആലപ്പുഴ മാന്നാറിൽ 15 വർഷം മുൻപ് കാണാതായ കലയെ കൊലപ്പെടുത്താൻ ഭർത്താവ് അനിൽ കൊട്ടേഷൻ നൽകിയിരുന്നതായി ഇപ്പോൾ ബന്ധു ആരോപിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. നിർണായകമായ ഒരു മൊഴിയാണ് ഇപ്പോൾ കലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു കലയെ കൊല്ലാൻ വേണ്ടി നാട്ടിലുള്ള ഒരു സംഘത്തിന് അനിൽ കൊട്ടേഷൻ നൽകിയിരുന്നെന്നാണ് കലയുടെ സഹോദരൻ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയതായി കലയുടെ മാതൃ സഹോദരി ശോഭന ഇപ്പോൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ സംഘം കൊട്ടേഷൻ ഏറ്റെടുത്തില്ല. അറിയാവുന്ന കുട്ടിയായതുകൊണ്ടാണ് കൊട്ടേഷൻ എടുക്കാതിരുന്നതെന്നും അവർ കലയുടെ സഹോദരനോട് പറഞ്ഞിരുന്നതായും ശോഭന പറഞ്ഞു. ഭർത്താവിന്റെ വീട്ടിൽ കലയ്ക്ക് നിരന്തരം പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരുന്നതായും ജീവിച്ചിരുന്നെങ്കിൽ ഒരിക്കലെങ്കിലും മകനെ കാണാൻ ഉറപ്പായും അവൾ വരുമായിരുന്നെന്നും അവർ കൂട്ടിച്ചേർത്തു. ശോഭനയുടെ പ്രതികരണം ഇപ്രകാരമാണ്: അനിലിനൊപ്പം പോകുമ്പോൾ കലയ്ക്ക് 20 വയസ്സ് മാത്രമേ പ്രായം കാണൂ. +2 കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ വിവാഹം കഴിച്ചു നൽകില്ലെന്ന് അറിയിച്ചതോടെ അനിൽ കലയെ വന്ന് കൊണ്ടുപോവുകയായിരുന്നു. അനിലിന്റെ ബന്ധുക്കളുടെ സാന്നിധ്യത്തിലാണ് വിവാഹം നടത്തിയത്. കുറച്ചു കാലത്തിന് ശേഷം അവർക്ക് മകനുണ്ടായി. ശേഷമാണ് അനിൽ വിദേശത്തേക്ക് പോയത്. 1 വർഷം കഴിഞ്ഞ് മടങ്ങി വന്നിട്ടാണ് സംഭവം നടക്കുന്നത്. ഇതിനിടയ്ക്ക് അനിൽ പറഞ്ഞിരുന്നു കല മറ്റൊരാളുമായി സ്നേഹത്തിലാണെന്ന്. പിന്നീട് അവളെ ഞങ്ങൾ കണ്ടിട്ടില്ല. വിവാഹശേഷം കല വീട്ടിൽ വരാറുണ്ടായിരുന്നു. പ്രസവത്തിന് കൊണ്ടുപോയതും കലയുടെ അമ്മയാണ്. അനിലുമായി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അനിലിന്റെ അമ്മ എന്നും കലയുമായി ബഹളം ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ അച്ഛന്റെ സ്നേഹമായിരുന്നു. അവൾ ജീവിച്ചിരിപ്പില്ലെന്ന് തോന്നിയിരുന്നു. കല ജീവിച്ചിരുന്നെങ്കിൽ ഒരിക്കലെങ്കിലും മകനെ വന്ന് കണ്ടേനെ, അല്ലെങ്കിൽ അച്ഛൻ മരിച്ചപ്പോൾ എത്തിയേനെ. കലയെ കാണാതായപ്പോൾ ആർക്കൊപ്പമോ പോയതാണെന്നാണ് കരുതിയത്. പക്ഷെ അവളുടെ അനിയൻ അപ്പോഴും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. നാട്ടിലുള്ള ഒരു സംഘത്തിന് കൊട്ടേഷൻ നൽകിയിരുന്നെന്ന് അവന്റെ അന്വേഷണത്തിൽ അറിഞ്ഞിരുന്നു. എന്നാൽ അവർ ആ കൊട്ടേഷൻ ഏറ്റെടുത്തില്ല. അറിയാവുന്ന കുട്ടിയാണെന്ന് പറഞ്ഞാണ് അവരത് വേണ്ടെന്ന് വെച്ചത്. പക്ഷേ മറ്റാർക്കെങ്കിലും കൊട്ടേഷൻ നൽകുമെന്നും അവളെ കൊല്ലുമെന്നും അന്ന് അവർ സഹോദരന് സൂചന നൽകിയിരുന്നു. പക്ഷെ അവനത് കാര്യമാക്കിയില്ല എന്നുള്ള നിർണായകമായ മൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് മാന്നാറിലെ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് തുറന്ന് പരിശോധന ആരംഭിച്ചത്. മണിക്കൂറുകൾ നീണ്ട കുഴിക്കലിനൊടുവിലാണ് മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയത്. 15 വർഷങ്ങൾക്ക് മുൻപ് വളരെ ചെറിയ പ്രായമുള്ള കലയെ പുറത്തേക്ക് കാണാതെ വന്നതോടെയാണ് ചോദിച്ചപ്പോൾ യുവതി ഗൾഫിലുള്ള മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി എന്നാണ് ഭർത്താവ് അനിൽകുമാർ പറഞ്ഞിരുന്നെന്ന് നാട്ടുകാർ പറയുന്നു. കല കൊല്ലപ്പെട്ടതായുള്ള സൂചന നൽകുന്ന ഊമക്കത്ത് പോലീസിന് ലഭിച്ചതാണ് കേസിൽ വഴിത്തിരിവായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ഇവരെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കലയെ കൊന്ന് കുഴിച്ചു മൂടിയതായുള്ള മൊഴി ലഭിച്ചത്. പ്രതികൾ ചേർന്ന് കാറിൽ വെച്ച് കലയെ കൊലപ്പെടുത്തിയ ശേഷമാണ് സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചു മൂടിയതെന്നാണ് മൊഴിയിൽ പറയുന്നത്. 2 മാസം മുൻപ് അമ്പലപ്പുഴയ്ക്കടുത്ത് പടക്കമെറിഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ടായിരുന്നു. 2 പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിനിടെയാണ് ഊമക്കത്ത് ലഭിക്കുന്നത്. അമ്പലപ്പുഴ CI പ്രതീഷ് കുമാറിനാണ് ഊമക്കത്ത് ലഭിച്ചത്. 15 വർഷം മുൻപ് കല എന്ന യുവതിയെ കൊന്ന് കുഴിച്ചു മൂടിയെന്നും ഇതിനെക്കുറിച്ചുകൂടി ഇവരോട് ചോദിക്കണമെന്നായിരുന്നു ഈ ഊമക്കത്തിൽ പറഞ്ഞിരുന്നത്. അതാണ് പിന്നീട് വലിയൊരു വഴിത്തിരിവിലേക്ക് പോലീസിനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്.